ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ പഴഞ്ഞുറുക്ക് സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു കടായിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഗോതമ്പ് നുറുക്കാണ്. അപ്പോൾ ഇത് ഗോതമ്പ് റവയെന്നും പറയും, ഗോതമ്പ് നുറുക്കെന്നും പറയും. അപ്പോൾ 1/2 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാരണ റവ ഉണ്ടല്ലോ, ആ റവയല്ല. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ നുറുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊരു ലൈറ്റായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് നുറുക്കിന് 1.5 കപ്പ് അളവിൽ വെള്ളമാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് റേഷ്യോ നമ്മൾ അതിലേക്ക് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞു പോയാൽ നന്നായിട്ട് ഇത് വെന്തിട്ട് കിട്ടില്ല. കൂടിപ്പോയാൽ നല്ലതുപോലെ കുഴഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ ഈ ഒരു കറക്റ്റ് അളവിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ലതുപോലെ നമ്മുടെ ഗോതമ്പ് നുറുക്കെല്ലാം വെന്തിട്ട് കിട്ടും. ഇതിപ്പോൾ വെള്ളമെല്ലാം തിളച്ചിട്ട് നമ്മുടെ ഗോതമ്പ് നുറുക്കെല്ലാം നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത ഏത്തമ്പഴമാണ്. ഞാനിപ്പോൾ 1 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ പഴവും ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയാണ് ഇതിലേക്ക് ചേർക്കണത്. പഴം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 ഗ്രാം ശർക്കരയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ ആ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ചേർത്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചൂട് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതെല്ലാം ഉരുകിയിട്ട് കിട്ടും. നമ്മുടെ ശർക്കരയെല്ലാം ഇപ്പം നല്ലതുപോലെ മെൽറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവറെല്ലാം നമുക്കിതിൽ കിട്ടും. പിന്നെ വേണ്ടത് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടിയാണ്. അപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ആ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴഞ്ഞുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴഞ്ഞുറുക്കാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടീസെല്ലാം സ്വീറ്റൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതല്ലാതെ എപ്പോഴെങ്കിലും നമുക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോഴും തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.